മലയാള സാഹിത്യത്തിലെ, പ്രത്യേകിച്ച് ചെറുകഥാ സാഹിത്യത്തിലെ അനശ്വരനായ വ്യക്തിത്വമാണ് ശ്രീ പൊൻകുന്നം വർക്കി. പുരോഗമന കലാസാഹിത്യകാരൻ എന്ന നിലയിലെ മലയാള ഭാഷയിൽ പുതിയ സംവേദനക്ഷമത്വം സൃഷ്ടിച്ച മഹാനായ എഴുത്തുകാരന്റെ പെരിഞ്ചേരി വസതിയിലാണ്, പാമ്പാടിയിലുള്ള പെരിഞ്ചേരി വസതിയിലാണ് ഞാനിപ്പോൾ. എൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ശ്രീമാൻ ജോണിയും കൂടെയുണ്ട്. അദ്ദേഹം പിതാവിനെ പറ്റിയുള്ള സ്മരണകൾ നമ്മോട് അയവിറക്കുകയാണ്. പൊൻകുന്നം വർക്കിയെ ഒരു നിഷേധിയായ കലാകാരൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അതിലെത്രമാത്രം സത്യമുണ്ട്? ഒരു പരിധിവരെ ശരിയാണ്. കാരണം സമൂഹത്തിലെ അന്യായങ്ങളെയും അനീതികളെയും അപ്പൻ ശക്തമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നിഷേധിയായിട്ട് തൽപരകക്ഷികൾ, അല്ലാതെ എല്ലാവരും പറയില്ല, തൽപരകക്ഷികൾ അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. പൗരോഹിത്യത്തിനെതിരായിട്ട് ശക്തമായിട്ട് പൊൻകുന്നം വർക്കി തൂലിക ചലിപ്പിച്ചു. അന്തോണിയും നീയും അച്ഛനായോട എന്ന ചെറുകഥ ഉദാഹരണം. പൗരോഹിത്യത്തിൽ നിന്നും അദ്ദേഹത്തിന് അത്രമാത്രം തീക്ഷ്ണമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൻ്റെ യുവത്വത്തിൻ്റെ സമയത്ത് പൊൻകുന്നം ഭാഗത്ത് അപ്പൻ്റെ നടുറോഡിൽ മുട്ടുമ നിർത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൻ ഈ അഭിമുഖത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയ്ക്ക് പിന്നെ മോശമായ രീതിയിലൊക്കെയാണ് പുരോഹിത വർഗം അന്നത്തെ കാലത്ത് അപ്പനോട് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പൻ ആ ഒരു വർഗത്തിനോടുള്ള ഒരു പ്രതിഷേധം കാണിച്ചിട്ടുള്ളത്. അപ്പം പൊൻകുന്നം വർക്കി എന്ന എഴുത്തുകാരന് പൗരോഹിത്യത്തോട് മാത്രമേ എതിർപ്പുണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും അദ്ദേഹം ഈ യേശുക്രിസ്തുവിനെ എതിർത്തിട്ടില്ല. യേശുക്രിസ്തുവിനെ ഒരു വിമോചകനായിട്ടാണ് അദ്ദേഹം കണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ടുള്ളത്, മോളെ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചു അല്ലെങ്കിൽ വളർന്നു ജീവിക്കുന്നു എന്ന് പറയുന്ന അഭിമാനമാണ്. പക്ഷേ ഈ സമൂഹത്തിലെ കുറെ പുഴുക്കുത്തുകളെയാണ് ഞാൻ ചോദ്യം ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശബ്ദിക്കുന്ന കലപ്പ എന്ന് പറയുന്ന കഥ വർക്കി സാറിന്റെ മാസ്റ്റർ പീസാണ്. അതിലൂടെ അന്യമാകുന്ന കാർഷിക സംസ്കൃതിയെക്കുറിച്ചാണ് വർക്കി സാർ പറയുന്നത്, അല്ലേ? അതെ. അപ്പോൾ എനിക്കൊരു സംശയം, വർക്കി സാറ് കൊണ്ടുവന്ന ആ കാർഷിക സംസ്കൃതിക്ക് ഇന്നും ആനുകാലിക പ്രസക്തി ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മുടെ കൃഷിയിടങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൃഷികൾ നോർത്ത് ഇന്ത്യ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത് കുത്തകളുടെ കയ്യിലേക്ക് ക്രമേണ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കർഷകരെ ഒഴിവാക്കി കുത്തകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും ഒരു മാറ്റം വരുന്നത് ശക്തമായി നമ്മളെ അതിനെ എതിർത്ത് കർഷകനായിട്ട്, അതുപോലെ കർഷകനുള്ള അംഗീകാരം അത് വളരെ താഴ്ന്ന ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ആശയമാണ്. പക്ഷെ അതിന് ഒരു മേഖലയിൽ അതിന് അംഗീകാരം കിട്ടുന്നത്. ജയ് ജവാനുണ്ട്, ജയ് കിസാൻ ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥിതിക്കും അതുപോലെ തന്നെ ജന്മിത്വത്തിനും എതിരായിട്ടുള്ള ശക്തമായ അദ്ദേഹത്തിന്റെ കഥയാണ് മോഡല്. ഒരു പരിധിവരെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്നും ഭാരതത്തിൽ ഫ്യൂഡൽ വ്യവസ്ഥിതി നിലനിൽക്കുന്നു എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പൊൻകുന്നം വർക്കി സാറ് പൗരോഹിത്യത്തോടുള്ള എതിർപ്പ് കൊണ്ടായിരിക്കും തന്റെ മരണത്തിലും തന്റെ സമാധി സ്ഥലം തന്റെ ചോരയും വിയർപ്പും വീണ ഈ പെരിഞ്ചേരി തറവാടിന് സമീപം വേണമെന്ന് ആഗ്രഹിച്ചത്, അല്ലേ? അതെ. അപ്പൻ അവസാന സമയങ്ങളിൽ പറയുമായിരുന്നു, എന്നെ പള്ളി കൊണ്ടുപോകരുത്. മൂത്ത മകളോടത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ വാസവൻ ചേട്ടൻ നേതൃത്വം കൊടുക്കുന്ന ഒരു നവലോകം സാംസ്കാരിക കേന്ദ്രം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അവരോടും അപ്പൻ ഈ ആവശ്യം പറഞ്ഞിരുന്നു. അതിന് പ്രകാരമാണ് ഇവിടെ അപ്പനെ സംസ്കരിച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ സമാധി സ്ഥലം സാംസ്കാരിക വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പോകുന്നത്, അല്ലേ? അതെ. എല്ലാ ചരമദിനത്തിലും ഇവിടെ പുഷ്പാർച്ചന നടത്താറുണ്ട്. മന്ത്രി സഹകരണ തുറമുഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട VN വാസവൻ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്നു, അല്ലേ?
തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കഥകളോട് ഗാഢമായിട്ട് സമ്മതിക്കുകയും പഠിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു വാസവൻ, അല്ലേ? തീർച്ചയായും അദ്ദേഹം അത് അപ്പൻ്റെ കഥകളെക്കുറിച്ച് ഇത്രയും ഗാഠമായി സംസാരിക്കുന്ന ഒരു ആളിനെ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ സുകുമാർ അഴീക്കോട് പോലും അത്രയും നല്ല രീതി ആ ലെവലിലേക്കാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. വർഗീസ് സാറിന്റെ ഗ്രന്ഥ സമുച്ചയങ്ങൾ അടങ്ങിയ ഒരു വിശാലമായ ലൈബ്രറിയും അതുപോലെ തന്നെ വർഗീസ് സാറിന്റെ സ്മരണയും നിലനിർത്തണമെന്ന് ഉള്ള താങ്കളുടെ ആഗ്രഹം സഫലീകൃതമാവുമോ? ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും മലയാളിയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ലോക ചരിത്രത്തിൽ ആദ്യമായി ചെറുകഥ എഴുതിയതിന്റെ പേരിൽ കൈത്തൂറങ്കിൽ അടയ്ക്കപ്പെട്ട ധീരനായ വിപ്ലവകാരി കൂടിയായിരുന്നു വർഗീസ് സാറ്, അല്ലേ? അതെ. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? എനിക്കതിന് വലിയ അഭിമാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും പുൽക്കുത്തം വർഗീസ് സാറിന്റെ മകൻ ജോണിച്ചേട്ടൻ അച്ഛനെ പറ്റിയുള്ള സ്മരണകളിൽ അഭിമാനം കൊള്ളുകയാണ്. ജോണിച്ചേട്ടൻ മാത്രമല്ല, പാമ്പാടിയിലെയും കേരളത്തിലെയും ചെറുകഥയെയും അക്ഷരങ്ങളെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും വർഗീസ് സാറിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിക്കുന്നു.